വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇതുപോലെ കർത്താവിന്റെ വചനവുമായി പല ദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. പലപ്പോഴും സുവിശേഷം പ്രസംഗിക്കുന്നവരെ കാണുമ്പോൾ പലർക്കും ഒരു പുച്ഛം മാത്രമാണ്. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവരെ കാണുന്ന ഒരു ലാഘവത്തോടെയാണ് ഇതുപോലെ സുവിശേഷം പ്രസംഗിക്കുന്നവരെ പലരും പലപ്പോഴും കാണുകയും പുച്ഛിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾക്ക് കുടുംബങ്ങൾ ഇല്ലാതിരുന്നിട്ടോ അല്ലെങ്കിൽ സമയം കൂടുതൽ ഉള്ളത് കൊണ്ടോ അല്ല ഇതുപോലെ ബോക്സൊക്കെ ഘടിപ്പിച്ച് ഇതുപോലെ ഉച്ചഭാഷണയിലൂടെ യേശു ജീവിക്കുന്ന ദൈവമാണ്, യേശു രക്ഷകനാണ്, യേശു സ്നേഹമാണ്, യേശു വിടുവിക്കുന്ന ദൈവമാണെന്നൊക്കെ വിളിച്ചു പറയുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഞങ്ങൾ വിടുവിക്കപ്പെട്ടതുപോലെ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതുപോലെ, ഞങ്ങൾ സമാധാനമുള്ളവരായി ജീവിക്കുന്നത് പോലെ നിങ്ങളും സമാധാനമുള്ളവരായി ജീവിക്കണം. നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്തും സമാധാനം വെളിപ്പെടണം. സമൂഹത്തിനകത്ത് മാതൃകയുള്ള തലമുറകൾ ഇനിയും പുറത്തോട്ട് വരണം. സമൂഹത്തിനകത്ത് തിന്മ പ്രവർത്തിക്കുന്ന തലമുറകൾ പാപത്തെ വെടിഞ്ഞ് അവർ വിശുദ്ധ ജീവിതത്തിന് ഉത്തമ സാക്ഷികളായി ജീവിക്കണം. പലപ്പോഴും സമൂഹത്തിലെ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായി തീരേണ്ട നമ്മുടെ തലമുറകൾ ഡി അഡിക്ഷൻ സെന്ററുകളിലും ജുവനൈൽ ഹോമുകളിലും ജീവിതം കഴിച്ചുകൂട്ടുമ്പോൾ പ്രിയരെ ഞാൻ വിളിച്ചു പറയട്ടെ, സുവിശേഷത്തെ അല്ല നിരോധിക്കേണ്ടത്, സുവിശേഷത്തെ അല്ല ബാൻ ചെയ്യേണ്ടത്. ഇന്ന് ഇപ്പോൾ കാണുന്ന ക്രൈം ത്രില്ലർ മൂവികളൊക്കെ കാണുമ്പോൾ പലരും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു വില്ലൻ 10 പേരെ കൊന്നാൽ അല്ലെങ്കിൽ ദാരുണമായ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന ആ ആക്ടർ വലിയ വലിയ കൊലപാതകങ്ങൾ നടത്തുന്നത് കണ്ടാൽ, കൂടെ കൃത്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ, വില്ലനെ ദാരുണമായി കൊലപ്പെടുത്തുന്നത് കണ്ടാൽ പലപ്പോഴും എല്ലാവരും കൈയടിച്ചതിനെ പ്രോത്സാഹിപ്പിക്കും. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരുപക്ഷെ മുതിർന്നവരായ നാം ഇതുപോലെയുള്ള സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ അതിന്റെ ഹാങ് ഓവർ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകും. എന്നാൽ നമ്മുടെ കൂടെ ഇരുന്ന ആ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറയുടെ ഉള്ളിലേക്ക് പിശാച് വലിയ വിഷമാണ് കുത്തിവെക്കുന്നത്. അവർക്കും അതുപോലെയൊക്കെ ഒന്ന് ഒരാളെ കൊലപ്പെടുത്തണമെന്നൊരു ചിന്ത ഹൃദയത്തിനകത്ത് രൂപം കൊള്ളുകയും അതിനൊരു സാഹചര്യം ഒത്തുവരുമ്പോൾ അവരങ്ങനെ നിസ്സാരം പോലെ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്.